കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ബിരിയാണി ഇതാ വേൾഡ്സ് നമ്പർ 1 ബിരിയാണി. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ചേട്ടാ ഇതിനകത്ത് സാലഡോ അച്ചാറും മുട്ടയൊന്നുമില്ല. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. മുട്ടയും സലാഡും അച്ചാറൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. ആണോ? ചോദിച്ചോളൂ. ഓവറായോ? മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. വേൾഡ്സ് നമ്പർ 1. നമുക്ക് ദിനേശ് ചേട്ടനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. ബിരിയാണി കൊള്ളൂല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു. നീ ഏതടി? നീ ബിരിയാണി കണ്ടിട്ടുണ്ടാ? ഇത് ബിരിയാണി അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നീ നല്ല ബിരിയാണി കണ്ടിട്ടുണ്ടാ? ആ, പക്ഷെ ഈ ബിരിയാണി കൊള്ളൂല. ഇത് മോശം. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഇതേ എൻ്റെ അമ്മയുടെ റെസിപ്പി ഈ ബിരിയാണി. കുറേ ആളുകൾക്ക് ഈ ബിരിയാണി വെച്ചു കൊടുത്തിട്ടാണ് ഈ ബിരിയാണി ഇപ്പൊ നിനക്ക് ഞാൻ വെച്ചിരുന്നത് കേട്ടാ. അയ്യോ, വാ ഇരിക്കി പറയണ്ടേ. അപ്പൊ അമ്മക്കും ബിരിയാണി വെക്കാൻ അറിയില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതൊന്നും ദിനേശ് ചേട്ടാ ഇവിടെ മൊത്തം ഈച്ച. നീ എന്തായി പറയുന്നത്? ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. നീ അന്ന് എനിക്ക് ബിരിയാണി എന്നപ്പോ ഒരു ഈച്ച പറഞ്ഞു കിടന്നില്ല, ആ സെയിം ഈച്ച ഇത്. ദിനേശ് ചേട്ടാ ഈ അരിയും ചിക്കനെല്ലാം വെറുതെ വിറകെടുപ്പ് കൂട്ടിയിട്ടാൽ ബിരിയാണി ആവൂല. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോകും. ദിനേശ് ചേട്ടാ ഇതെവിടെ പോന്ന്? ഒരു റിവ്യൂ പറയുമ്പോ അതിന്റെ സ്പിരിറ്റിൽ എടുക്ക്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. പോടാ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. നല്ല ബിരിയാണി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോകുന്നു. ബൈ.